ചെങ്കോട്ടുകോണത്ത് വീട്ടിൽ കയറി യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. സരിത എന്ന യുവതിക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റു. പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശിയായ ബിനുവാണ് ആക്രമിച്ചത്. ബിനുവിന്റെ ദേഹത്തും തീ പടർന്നതോടെ ഇയാൾ വീടിന് പിന്നിലെ കിണറ്റിലേക്ക് ചാടി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, സരിതയുടെ ആരോഗ്യനില എങ്ങനെ? ഒപ്പം ഈ ബിനുവിനെ പിടികൂടാനായോ? ഗോകുൽ, ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശിയായ ബിനുവാണ് 46-കാരിയായ സരിതയെ ആക്രമിച്ചത്. ചെങ്കോട്ടുകോണം മേലെ കുണ്ടയത്ത് ആണ് ഈ സരിതയുടെ വീട്. ഇവിടെ രാത്രി 8 മണിയോടെയാണ് ബിനു എത്തിയത്. ഇതിനുശേഷം സരിതയുമായി വാക്കുതർക്കത്തിനിടെ ഉണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോള് യുവതിയുടെ ദേഹത്തൊഴിച്ച് കത്തിക്കുകയുമായിരുന്നു. കന്നാസിലാണ് ഈ പ്രതി 5 ലിറ്റർ പെട്രോളുമായി ഇവിടെ എത്തിയത്. തീ കത്തിച്ചപ്പോൾ ഇയാളുടെ ദേഹത്തും തീ പടർന്നു. തുടർന്ന് ബിനു വീടിന്റെ പിന്നിലുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. യുവതിയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ സമീപത്തെ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവരുടെ ശരീരത്തിൽ 60% പൊള്ളലേറ്റിട്ടുണ്ട്. സരിതയുടെ നില ഇപ്പോൾ ഗുരുതരമാണ്. കഴക്കൂട്ടത്തു നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങിയാണ് ബിനുവിനെ രക്ഷിച്ചത്. ഇയാളുടെ ശരീരത്തിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. 50% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഇയാളെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മുളകുപൊടിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി. ഇവർ വിധവയാണ്. 46 വയസ്സുള്ള സ്ത്രീയാണ് സരിത. മകളുമൊത്താണ് ഇവിടെ താമസിക്കുന്നത്. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഇവരെങ്ങനെ തെറ്റി എന്നുള്ള കാര്യത്തിൽ ഉള്ള വിവരമില്ല. അതെല്ലാം പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും 2 പേരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ഇതിൽ സരിതയുടെ നില അതീവ ഗുരുതരമാണ്. 60% പൊള്ളലേറ്റിട്ടുണ്ട്. ഗോകുൽ. ശരി അജീഷ്, തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് സരിത എന്ന യുവതിയെ ആക്രമിച്ച തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആ ശ്രമത്തിനിടെ ബിനു എന്ന ഈ അക്രമിക്കും പരിക്കേറ്റിരിക്കുന്നു. തീ പടർന്നതോടെ കിണറ്റിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാളെ പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. അയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ സരിതയുടെ പരുക്ക് അത് ഗുരുതരമെന്നതാണ് അജീഷ് ജയകുമാർ പങ്കുവെക്കുന്ന വിവരം.